ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് ഗാഗ്നെയുടെ പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗാഗ്നെയുടെ ഹെറാർക്കി ഓഫ് ലേണിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം, പല ക്ലാസ്സുകളായിട്ട് നമ്മൾ ഹെറാർക്കി ഓഫ് ലേണിംഗ് നിങ്ങൾ നിങ്ങൾ പല ക്ലാസ്സുകളിലും കണ്ടിട്ടുണ്ടായിരിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളിൽ അല്ലേ, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നവരാണ് എങ്കിൽ പല ക്വസ്റ്റ്യൻസുകളും ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഹെറാർക്കി ഓഫ് ലേണിംഗ് എന്നറിയപ്പെടുന്ന ഗാഗ്നെയുടെ പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ പഠന പ്രക്രിയയെ അപഗ്രഥിച്ചുകൊണ്ട് അവയെ സങ്കീർണതയ്ക്കനുസരിച്ച് അദ്ദേഹം ഇത്തരത്തിൽ പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണിയാക്കി മാറ്റുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഈ ക്രമീകരണ ശ്രേണി പഠനത്തിൻ്റെ, അപ്പോൾ ഈ നിശ്ചിത ക്രമീകരണ ശ്രേണികളിലൂടെ ആണ് ഒരു കുട്ടിയുടെ ഏറ്റവും ഉയർന്ന ശ്രേണിയായ പ്രശ്ന നിർദ്ധാരണത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്ന ശ്രേണി എന്നറിയപ്പെടുന്നത് പ്രശ്ന നിർദ്ധാരണ ശ്രേണിയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി എത്തണമെങ്കിൽ ഇത്തരം നിരവധി ഘട്ടങ്ങളിലേക്ക് കടന്നു വേണം അവന് എത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ശ്രേണിയും നമുക്ക് വ്യക്തമായി തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ശ്രേണികളും എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗാഗ്നെയെ കുറിച്ച് പരിചയപ്പെടാൻ പോവുകയാണ്. അദ്ദേഹം റോബർട്ട് മിൽസ് ഗാഗ്നെ തൻ്റെ പഠന സാഹചര്യങ്ങൾക്ക് പേരുകേട്ട ഒരു അമേരിക്കൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ആരെക്കുറിച്ചിട്ടാണ്? റോബർട്ട് മിൽസ് ഗാഗ്നെ. തൻ്റെ പഠന സാഹചര്യങ്ങൾക്ക് പേരുകേട്ട ഒരു അമേരിക്കൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഗാഗ്നെ. ഗാഗ്നെയുടെ കൃതികൾ ചിലപ്പോൾ ഗാഗ്നെ അനുമാനം എന്ന് പോലും സംഗ്രഹിക്കപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ അല്ലേ, മനഃശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഗാഗ്നെയുടെ കൃതികളെ എങ്ങനെയാണ് നമ്മൾ സംഗ്രഹിക്കുന്നത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഗാഗ്നെയുടെ അനുമാനങ്ങൾ എന്ന നിലയിൽ സംഗ്രഹിക്കപ്പെടുന്നു. അപ്പോൾ ഗാഗ്നെയുടെ സിദ്ധാന്തം പഠനത്തിന് നിരവധി തരങ്ങളും തലങ്ങളും ഉണ്ടെന്ന് അനുശാസിക്കുന്നു. അതായത് പഠനം ഈ നിശ്ചയം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഹെറാർക്കി ഓർഡർ അനുസരിച്ച് വേണം നമ്മൾ ഏറ്റവും ഉയർന്ന ശ്രേണിയായ പ്രശ്ന നിർദ്ധാരണ ശ്രേണിയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ളത്. സോ നിരവധി തരങ്ങളും തലങ്ങളും ഉണ്ട് എന്ന് അനുശാസിക്കപ്പെടുന്നു. ഈ തരങ്ങൾക്കും തലങ്ങൾക്കും വിദ്യാർത്ഥികളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതായി അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ നിശ്ചിത തലങ്ങളും തരങ്ങളിലൂടെയും കടന്നു വേണം ഒരു കുട്ടി തൻ്റെ ഉയർന്ന ശ്രേണിയിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നതിന് ഈ തരങ്ങൾക്കും തലങ്ങൾക്കും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, അപ്പോൾ ഈ ഓരോ തരങ്ങൾ താണ്ടി വേണം പോകാൻ. അപ്പോൾ ഈ ഓരോ തരങ്ങളും ആ വിദ്യാർത്ഥികളുടെ ആവശ്യം ദൂരീകരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കിയാണ് റോബർട്ട് മിൽസ് ഗാഗ്നെ എന്ത് ചെയ്തിട്ടുള്ള പഠന ശ്രേണിയെ രൂപവൽക്കരിക്കുകയുണ്ടായിട്ടുള്ളത്. നിങ്ങൾ പഠന ശ്രേണിയെ എന്ത് ചെയ്തിട്ടുള്ളത് നിരവധി ഘട്ടങ്ങളായിട്ട് ക്രമീകരിക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ, അദ്ദേഹം ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഗാഗ്നെ. ഇനി നമുക്ക് മേലെ ഈ ഒരു തിയറിയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, നിരവധി ഘട്ടങ്ങളിലൂടെ വേണം നമ്മൾ ഈ ഗാഗ്നെയുടെ ശ്രേണിയിലേക്ക്, അതായത് പഠന ശ്രേണിയിലേക്ക് നിരവധി ഘട്ടങ്ങളിലൂടെ തരങ്ങളിലൂടെ നമ്മൾ വേണം ഈ ഗാഗ്നെയുടെ ശ്രേണിയിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ നമുക്ക് നോക്കിയേ, സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചങ്ങല മീൻസ് ശൃംഖലനം എന്ന് വേണേൽ പറയാം കേട്ടോ. ആൻഡ് വെർബൽ അസോസിയേഷൻ, ഒന്നിലധികം വിവേചനം, ബഹുമുഖ വിവേചനം, അതിൻ്റെ മലയാളമാണ് ഒന്നിലധികം വിവേചനം എന്നോ ബഹുമുഖ വിവേചനമെന്നോ, ആശയപഠനം, തത്വപഠനം, പ്രശ്ന നിർദ്ധാരണം അല്ലെങ്കിൽ പ്രശ്ന പരിഹാരം എന്ന് ഞങ്ങൾക്ക് മലയാളത്തിൽ പറയാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി, സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചങ്ങല പഠനം അഥവാ ശൃംഖലന പഠനം, വെർബൽ അസോസിയേഷൻ. നിങ്ങൾ ഈ 8 ഘട്ടങ്ങളും വ്യക്തമായിട്ട് തന്നെ പഠിക്കണം, കാരണം ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ആയിരിക്കും ചോദിക്കാറുള്ളത്. സോ അപ്പോൾ ഏതൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ? സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ശൃംഖലന പഠനം, വെർബൽ അസോസിയേഷൻ അല്ലെങ്കിൽ ബഹുമുഖ വിവേചനം, ആശയപഠനം, തത്വപഠനം, പ്രശ്ന നിർദ്ധാരണം എന്നിവയാണ് ഗാഗ്നെയുടെ പഠന ശ്രേണിയിലെ പ്രധാനമായിട്ടുള്ള ഘട്ടങ്ങൾ. ഇനി നമുക്ക് ഇംഗ്ലീഷിലൂടെ ഒന്ന് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിൻ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്
എന്നീ നിശ്ചിത ഘട്ടങ്ങളിലൂടെ വേണം ഒരു കുട്ടി തൻ്റെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലേക്ക് ഏതിലാണ് എത്തിച്ചേരുന്നത്? പ്രോബ്ലം സോൾവിങ്, പ്രശ്ന നിർദ്ധാരണ ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇനി ഈ ഓരോ ഘട്ടങ്ങളും ഫസ്റ്റ് ഓഫ് ഓൾ തുടക്കം കുറിച്ചിട്ടുള്ള ഏതാ? സിഗ്നൽ ലേണിംഗ് ആണ്. ഇല്ലെങ്കിൽ നമുക്കതിനെ സംജ്ഞാപഠനം എന്നും അറിയപ്പെടാം. മലയാളത്തിൽ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം സംജ്ഞാപഠനം, സിഗ്നൽ ലേണിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഈ 8 ഘട്ടങ്ങളിലൂടെ താണ്ടി വേണം, നമ്മൾ ഈ ഓരോ തലങ്ങൾ താണ്ടി വേണം നമ്മൾ എന്ത് ചെയ്യും, പഠന ശ്രേണിയെ മറികടക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പഠിതാവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഇത്തരം ശ്രേണികളിലൂടെയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹെറാർക്കി ഓഫ് ലേണിങ്ങിൽ നമ്മൾ ആദ്യത്തെ ഈ ഘട്ടങ്ങളുണ്ടോ, സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലർ റെസ്പോൺസ് ലേണിംഗ്, ചെയിൻ ലേണിംഗ് അല്ലെങ്കിൽ ഒക്കെ വരുന്നത് ഏതാ? ബിഹേവിയറൽ ആസ്പെക്ട് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ കുട്ടികളെ വ്യവഹാരത്തിലുണ്ടാകുന്ന വിവിധ തരം വ്യവഹാരങ്ങൾ, അതിൻ്റെ എല്ലാ തലങ്ങളും വശങ്ങളുമാണ് നമ്മളിവിടെ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിൻ ലേണിങ്ങിൽ കാണുന്നത്. പിന്നെ വരുന്നത് കോഗ്നിറ്റീവ് ആസ്പെക്ട്സുകളാണ്. അപ്പോൾ അവിടെ വെർബൽ ലേണിംഗ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്. ഇതൊക്കെ വരുന്നത് കുട്ടിയുടെ വൈജ്ഞാനിക വശങ്ങളിലാണ്. വൈജ്ഞാനിക വശങ്ങളും വ്യവഹാര വശങ്ങളും എന്നിങ്ങനെ 2 ഘട്ടങ്ങളായിട്ട് ഹെറാർക്കി ഓഫ് ലേണിംഗിൽ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാവുന്നതാണ്, തരംതിരിക്കുക. അപ്പോൾ ഒന്നുകൂടി ബിഹേവിയറൽ ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ വ്യവഹാര വശങ്ങളും അല്ലെ, ഓൾ ആസ്പെക്ട്സുകൾ, അവൻ്റെ എല്ലാ തരത്തിലുള്ള വ്യവഹാര വശങ്ങളും. കോഗ്നിറ്റീവ് ആസ്പെക്ട്സുകൾ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്തൊക്കെയാണ്? വെർബൽ ലേണിംഗ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ശ്രേണികളിലേക്ക് കടക്കാം. 1, പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണതയ്ക്കനുസരണമായി ക്രമീകരിക്കാനുള്ള ഗാഗ്നേയുടെ ശ്രമത്തിൻ്റെ ഫലമാണ് ഗാഗ്നെ 8 തരത്തിലുള്ള പഠനത്തെ വിവരിക്കുന്നു. ശ്രമത്തിൻ്റെ ഫലമാണിത്. എന്താ ഈ ഗാഗ്നയുടെ പഠന ശ്രേണി. അപ്പോൾ പഠന ശ്രേണി എന്നുള്ള പറയപ്പെടുന്ന ഈ ഗാഗ്നെ ഹെറാർക്കി ഓഫ് ലേണിംഗ് വരുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ആ പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണതയ്ക്കനുസരണമായി ക്രമീകരിക്കാനുള്ള ഗാഗ്നയുടെ ശ്രമത്തിൻ്റെ ഫലമാണ് എന്തറിയപ്പെടുന്നത്? ഈ ഹെറാർക്കി ഓഫ് ലേണിംഗ്. സോ ഗാഗ്നെ 8 തരത്തിലുള്ള പഠനത്തെ വിവരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മലയാളമാണ് പറയുന്നത് കേട്ടോ. സംജ്ഞാപഠനം, ചോദക പ്രതികരണ പഠനം, ശൃംഖലന പഠനം, ഭാഷാപര ബന്ധം അല്ലെങ്കിൽ ബഹുമുഖ വിവേചനം, ആശയപഠനം, തത്വപഠനം, പ്രശ്ന നിർദ്ധാരണം എന്നീ 8 തലങ്ങൾ അഥവാ 8 തരങ്ങളിലൂടെയാണ് ഒരു കുട്ടി തൻ്റെ ആവശ്യങ്ങളെ ദൂരീകരിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ പ്രശ്ന നിർദ്ധാരണ ശേഷി എന്നറിയപ്പെടുന്ന ഉത്തരം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഈ ഒരു കുട്ടി എത്തിച്ചേരുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ 8 അടിസ്ഥാനപ്പെട്ട പടികളും അല്ലെങ്കിൽ തലങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ 8 തലങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. കാര്യം നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭാഷാപര ബന്ധത്തിന് ശേഷം വരുന്ന ഹെറാർക്കി ഓഫ് ലേണിങ്ങിലെ നെക്സ്റ്റ് സെക്ഷൻ ഏതാ എന്ന് ചോദിച്ചാൽ ബഹുമുഖ വിവേചനമാണ്. അങ്ങനെ ഓരോ ഘട്ടം സ്റ്റെപ്പുകളായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഇവിടെ നമ്മളിപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതി പഠിച്ചു വെച്ചാൽ നമുക്ക് കഴിയത്തില്ല. ഇനി നമുക്ക് സംജ്ഞാപഠനം അഥവാ സിഗ്നൽ ലേണിങ്ങിലേക്ക് കടക്കാം. ഇത് പൗരാണിക അനുബന്ധ പഠനമാണ്. പഠിതാവ് ഒരു നിശ്ചിത ചോദകത്തിന് അഥവാ സൂചനയ്ക്ക് ഒരു അനുബന്ധിത പ്രതികരണം പഠിക്കുന്നു. അപ്പം ഈ സൂചന കാണിക്കുമ്പോൾ എൻ്റെ നിന്നും പ്രതികരണം ഉണ്ടാകും, ഈ റെസ്പോൺസ് ഉണ്ടാവും. എൻ്റെ സ്റ്റിമുലസ് കാണിക്കുമ്പോൾ ഞാൻ തന്നെ റെസ്പോണ്ട് ചെയ്യും, ആ സൂചന കാണിക്കുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യും, അത് ഞാൻ പഠിക്കുന്നു. ഇതിൽ പഠനം പൗരാണിക അനുബന്ധത്തിൻ്റെ ഫലമാണ്. ജലത്തോടും തീയോടുമൊക്കെയുള്ള സൂചകങ്ങൾ വേദനജനകമാകുന്നുവെങ്കിൽ ശൈശവത്തിൽ തന്നെ അത് ജനിക്കുന്നു. അത് വേദനജനകമായിട്ടുള്ള ഒരു അനുഭവമാണ് കുട്ടിക്ക് കൊടുത്തെങ്കിൽ അത് ശൈശവത്തിൽ തന്നെ ആ അനുഭവം കുട്ടിക്ക് ലഭ്യമാകും. അല്ലെ, ഭാഷാപരവും ദൃശ്യപരമായ ചോദകങ്ങൾ ഒരു പ്രത്യേക വ്യവഹാരത്തിൻ്റെ സൂചകങ്ങളാകാം. ഒരു വ്യവഹാരം നമ്മൾ കൊടുക്കണമെങ്കിൽ വ്യവഹാരം ആ കുട്ടിയിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ, വ്യവഹാരം മീൻസ് അവന് പ്രതികരണം ഉണ്ടാവണമെങ്കിൽ കൃത്യമായ ലെവലുള്ള അവനിൽ നിന്നും നമ്മളൊരു ചോദകം കൊടുത്ത് അവനിൽ നിന്നും പ്രതികരണം ഉണ്ടാക്കണമെങ്കിൽ ഭാഷാപരവും ദൃശ്യവുമായ ചോദകങ്ങൾ ഒരു പ്രത്യേക വ്യവഹാരത്തിൻ്റെ സൂചനകളായിരിക്കാം. അവനിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വ്യവഹാരം തന്നെ ഒരു പ്രത്യേക ചോദകത്തിലുമായിട്ട് അവനിലുണ്ടാകുന്ന പ്രതികരണമാണ്. അപ്പോൾ ജോഡി ചേർക്കുന്ന ചോദകങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച്, അപ്പോൾ ഒരു കുട്ടിയിൽ നിന്നും നാച്ചുറലായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാവണമെങ്കിൽ ഈ ജോഡി ചേർത്തിട്ടുള്ള ചോദകങ്ങൾ ആവർത്തിച്ച് സ്ഥിരമായ അനുബന്ധിത പ്രതികരണത്തിന് അല്ലെങ്കിൽ ആവർത്തിച്ചുകൊണ്ട് സ്ഥിരമായ അനുബന്ധിത പ്രതികരണം ദൃഢമാക്കണം. സ്ഥിരമായ അനുബന്ധിത പ്രതികരണം
ദൃഢമാക്കണം എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. സോ ആരാ പറഞ്ഞത്? സിഗ്നൽ ലേണിംഗ് അഥവാ സംജ്ഞാപഠനം എന്നറിയപ്പെടുന്ന ഹെറാർക്കി ഓഫ് ലേണിംഗിലെ ഫസ്റ്റ് ഘട്ടത്തിലൂടെ ഗാഗ്നെ വ്യക്തമാക്കിയത് ഇത്രയുമാണ്. വ്യവഹാരത്തിൽ കുട്ടിയിൽ നിന്നും അല്ലെ ഉടനടി തന്നെ ഒരു പ്രതികരണം നമുക്ക് വരണമെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഭാഷാപരവും ദൃശ്യവുമായ ചോദകങ്ങൾ ഒരു പ്രത്യേക വ്യവഹാരത്തിന്റെ സൂചകങ്ങളായിരിക്കും. ഭാഷാപരവും അല്ലെങ്കിൽ ദൃശ്യപരമായ ചോദകം മീൻസ് നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസുകൾ ഒരു പ്രത്യേക വ്യവഹാരത്തിന്റെ സൂചകമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ജോഡി ചേർക്കുന്ന ചോദകങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് സ്ഥിരമായ അനുബന്ധിത പ്രതികരണം അനുബന്ധിത പ്രതികരണം കുട്ടികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദൃഢമാക്കണം. അല്ലെ, ഇതാണ് നമ്മൾ സംജ്ഞാപഠനം എന്ന് പറയുമ്പോൾ നമ്മളപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, സംജ്ഞാപഠനം എന്ന് പറയുമ്പോൾ അതെന്താണ്? ഐവാൻ പെട്രോവിച്ച് പാവ്ലോവ് കൊണ്ടുവന്ന ക്ലാസിക്കൽ കണ്ടീഷണൽ ലേണിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനമാണ് സിഗ്നൽ ലേണിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഐവാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്നറിയപ്പെടുമ്പോൾ അദ്ദേഹം ഒരു വ്യവഹാരവാദിയായിരുന്നു, ബിഹേവിയറിസ്റ്റ് ആയിരുന്നു, ഒരു ചേഷ്ടാവാദിയായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു നമ്മൾ പൗരാണിക അനുബന്ധ സിദ്ധാന്തം എന്ന് പഠിച്ചത്. അവിടെ നമ്മൾ എത്ര സ്റ്റിമുലസുകൾ കൊടുക്കുന്നോ അല്ലെ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ കുട്ടിയിൽ നിന്നും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രതികരണം നമുക്ക് വരേണ്ടതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒത്തിരി എക്സാമ്പിൾസുകൾ പറയുമെങ്കിലും ഇതൊരു ഉദാഹരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എ എന്ന് പറയുന്ന റോഡാണ് കേട്ടോ. ഒരു റോഡിൽ ചുവന്ന സിഗ്നൽ ഉള്ളപ്പോൾ, ചുവന്ന സിഗ്നൽ കാണിച്ചിരിക്കുവാണ്, ആളുകൾ അവരുടെ വാഹനങ്ങൾ എന്ത് ചെയ്യും? നിർത്തുന്നു. ബി എന്ന് പറയുമ്പോൾ ഡോർ ബെല്ലാണ്. ഡോർ ബെല്ല് അടിക്കുമ്പോൾ അത് തുറക്കാൻ ആളുകൾ പെട്ടെന്ന് വാതിലേക്ക് ഓടിയെത്തും. ഡോർ ബെല്ല് അടിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് തുറക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ വാതിലിൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസുകളാണ്, ചോദകങ്ങളാണ്. ചോദകങ്ങൾ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കൃത്യമായ പ്രതികരണങ്ങൾ വരും, സൂചകങ്ങൾ ഉണ്ടാവും. മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്കൊരു ചോദക പ്രതികരണ ബന്ധത്തിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. പിന്നെ നമ്മൾ ഓൾറെഡി തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ തന്നെ പഠിച്ചു വച്ചിട്ടുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള? സംജ്ഞാപഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഐവാൻ പെട്രോവിച്ച് പാവ്ലോവിൻ്റെ പഠനത്തിൽ തന്നെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കണ്ടില്ല, ഒരു വാഹനം നിർത്തി വെച്ചിരിക്കുന്നു, അപ്പോൾ ഒരു ചുവന്ന സിഗ്നൽ കത്തിക്കഴിഞ്ഞാൽ നമ്മളെന്താ ഉള്ളപ്പോൾ ആളുകൾ അവരുടെ വാഹനങ്ങൾ നിർത്തും. മനസ്സിലാവുന്നില്ല? നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സിഗ്നലാണ് കാണിച്ചത്. അപ്പോൾ ചോദകം തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഉടൻ തന്നെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ആദ്യഘട്ടം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി അടിക്കുമ്പോൾ, അതുപോലെ തന്നെ ബി എന്ന് പറയുമ്പോഴത്തേക്കും ഡോർ ബെൽ അടിക്കുമ്പോൾ അത് തുറക്കാൻ ആളുകൾ പെട്ടെന്ന് തന്നെ വാതിലേക്ക് ഓടിയെത്തുകയും ചെയ്യും. ഡോറിൻ്റെ ബെല്ലടിക്കുമല്ലോ നമ്മൾ. അപ്പോൾ ഡോറിൽ ബെല്ലടിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? അത് തുറക്കാൻ വേണ്ടി നമ്മൾ ഓടിച്ചെല്ലും. അങ്ങനൊരു സ്റ്റിമുലസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. അല്ലെ, നമ്മളില്ലാതെ വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ ഉടനെ ഡോർ തുറക്കാനും ഓടി നമ്മൾ ഡോറിൻ്റെ അരികിലേക്ക് എത്തും, വാതിലിൻ്റെ അരികിലേക്ക് എത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ഒന്നിലേക്ക് കടക്കാം. അപ്പോൾ സെക്കൻഡ് ഘട്ടം എന്നറിയപ്പെടുന്നത് ചോദക പ്രതികരണ പഠനമാണ്. എന്താണ്? ചോദക പ്രതികരണ പഠനമാണ്. ഇവിടെ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലേണിംഗ് എന്നറിയപ്പെടുന്നു. ചോദക പ്രതികരണങ്ങൾക്കാണ് പഠനം. ഇത് പഠനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും രൂപത്തിലുള്ള ശ്രമപരാജയ പഠനമാണ്. പഠനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും രൂപത്തിൽ ശ്രമപരാജയ സിദ്ധാന്തം ആരാ കൊണ്ടുവന്നത്? തോണ്ടേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ട്രയൽ അല്ലെങ്കിൽ ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ചോദക പ്രതികരണ പഠനം എന്നറിയപ്പെടുന്നത്. ഇതിൽ പഠനക്രമം ചുവടെ പറയും പോലെ ഒരു സൂചന നൽകുന്നു. പഠിതാവ് ക്രമത്തിൽ ശരീരത്തിന്റെ സൂക്ഷ്മ ചലനങ്ങൾ ഉൾപ്പെടെ സൂചക പ്രതികരണവും ആരിൽ നിന്നും പഠിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു സൂചന നൽകും. ആരൊക്കെ? പഠിതാവിന്. അപ്പോൾ ഉടൻ തന്നെ പഠിതാവിന് നമ്മൾ കൊടുക്കുന്ന സൂചകത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമത്തിൽ ശരീരത്തിന്റെ സൂക്ഷ്മ ചലനങ്ങൾ ഉൾപ്പെടെ ഒരു സൂചക പ്രതികരണം, സൂക്ഷ്മ ചലനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സൂചക പ്രതികരണം ആരിൽ നിന്നും ഉണ്ടാകും? പഠിതാവിൽ നിന്നും ഉണ്ടാകും. പഠിതാവ് അഭിലഷണീയമായ നിരവധി പ്രതികരണങ്ങൾ നൽകണമെങ്കിൽ, അപ്പം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി അഭിലഷണീയമായിട്ടുള്ള പ്രതികരണം റെസ്പോണ്ട് അവരിൽ നിന്നുണ്ടാവണം നമ്മൾ പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ അവിടെ എന്തുണ്ടാവാം? അപ്പോൾ പ്രതികരണം നൽകണമെങ്കിൽ മാത്രമേ സമ്മാനവും പ്രബലവും നൽകുകയുള്ളൂ. അതാണ് ശ്രദ്ധ. നമ്മൾ ഓൾറെഡി ഒരു PG ഓണിൻ്റെ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ PG ഓണിൻ്റെ പ്രാവിന് നമ്മൾ കൊടുക്കുന്ന സമ്മാനിതം അല്ലേ നമ്മൾ ഓൾറെഡി ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പൂച്ചയ്ക്ക് ഭക്ഷണം ഭയങ്കര ലേണിംഗ് റെഡിനെസ് മീൻസ് പൂച്ചയ്ക്ക് എന്തേലും പ്രത്യേക ഒരു യന്ത്രഭാഗം അടിച്ചാൽ മാത്രമേ വില്ലമർത്തിയാൽ മാത്രമേ പൂച്ച പുറത്ത് വന്ന് മീൻ ഭക്ഷിക്കത്തുള്ളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൂച്ചയ്ക്ക് എന്താ സമയം ഒരു വലിയൊരു ഭക്ഷണം തനിക്കറിയാം, തനിക്ക് ആ റീഎൻഫോഴ്സ്മെൻ്റ് ആണ് പൂച്ചയ്ക്ക് ആ ഭക്ഷണമായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനത്തിൽ അവരാകൃഷ്ടരായിട്ട് വേണം, ഇല്ലെങ്കിൽ ഈ സമ്മാനത്തിനോടുള്ള ആകർഷണം
അല്ലെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ സമ്മാനവും പ്രബലനവും എന്ന് വെച്ചാൽ എന്നെ അർത്ഥമാക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റുകൾ, സർവാടും റീഇൻഫോഴ്സ്മെൻറ്റുകൾ നൽകിയുള്ളൂ. അപ്പോൾ ചോദക പ്രതികരണ പഠനത്തിൽ സമയസാമീപ്യവും ആവർത്തനവും പ്രധാനമാണ്. അപ്പം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൻ്റെ ഉടനടിയുള്ള പ്രതികരണമൊന്നും നമുക്ക് വരത്തില്ല. കാര്യം എന്താ, ആവർത്തന പഠനം, അഭ്യാസ പഠനം അല്ലെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ബന്ധ സിദ്ധാന്തത്തിൽ നമ്മൾ പഠിച്ചിട്ട് ആവർത്തന പഠനം, അഭ്യാസ പഠനം, ലവ് എക്സസൈസ്, ലവ് റെഡിനെസ്, മനസ്സിലാവുന്നില്ല. അപ്പം ഇത്തരം ഒക്കെ ഇതെല്ലാം തന്നെ നമുക്ക് മെയിൻലി ബന്ധസിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ചില തത്വങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം സമയ സാമീപ്യവും ആവർത്തനവും വളരെ പ്രാധാന്യമാണ്. അപലക്ഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രബലനം കൊടുക്കണം. അപ്പം നമുക്കറിയാലോ, നമ്മുടെ പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അവന് നല്ല വിശക്കുന്ന പൂച്ചയാണ്, അവന് ഭക്ഷണം വേണം. അപ്പം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആവൃത്തി അവനക്കറിയാം, അവന് എന്ത് ചെയ്തു, ഭക്ഷണത്തിനോടുള്ള ആ ഒരു ആസക്തി മൂർത്തിട്ട് പൂച്ചയെ സംബന്ധിച്ചിടത്തോളം വിശക്കുന്ന പൂച്ചയാണ്, അവൻ പുറത്താ വച്ചിരിക്കുന്ന മീൻ. അപ്പോൾ അവൻ എന്ത് ചെയ്തു, യാദൃച്ഛികമായി വില്ലമർത്തുകയും പുറത്തേക്ക് വരികയും ചെയ്യും. ഈ ഒരു പ്രക്രിയ കണ്ടിന്യൂസ്ലി നടത്തുന്നതിൻ്റെ ഫലമായിട്ട് അവന് ഒരുപാട് ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിയിട്ടാണ് അവസാനം വില്ലമർത്തിയത്, അവൻ പുറത്തിറങ്ങി ഭക്ഷിച്ചതും. പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സിങ് വളരെ പെട്ടെന്നാണ് നടന്നത്. അവൻ വളരെ പെട്ടെന്ന് വില്ലമർത്തുന്നു, പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ അവനൊരു റീഇൻഫോഴ്സ്മെന്റ് ലഭിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ പ്രവർത്തനം എന്ത് ചെയ്തത്, ബന്ധത്തിനധിഷ്ഠിതമായത്. മനസ്സിലാവുന്നത്. അവിടെ അവന് വളരെ പെട്ടെന്ന് തന്നെ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തു, പ്രബലനം നൽകണം. അപ്പോൾ പഠന പ്രവർത്തനത്തിൻ്റെ വ്യതിയാനങ്ങൾക്കൊത്ത് വ്യവഹരിക്കണമെങ്കിൽ, പഠന പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങൾക്കൊത്ത് നമ്മളും വ്യവഹരിക്കണമെങ്കിൽ, നമ്മൾ പെരുമാറണമെങ്കിൽ ആവശ്യാനുസരണം നമ്മൾക്ക് എന്ത് കൊടുക്കണം കുട്ടികൾക്ക്, ആവർത്തന പഠനം. സോ ആവർത്തന പഠനത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്ത ട്രയൽ ആൻഡ് എറർ തിയറി കൊണ്ടുവന്നത് ആരായിരുന്നു, ഇ.എൽ. തോണ്ടേക്ക് കൊണ്ടുവന്ന തിയറി ആയിരുന്നു ആവർത്തന പഠനം, അഭ്യാസ പഠനം ഒക്കെ അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തു. ലേണിംഗ് റെഡിനെസ് എന്തുണ്ടായി കൂടി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പഠന സന്നദ്ധനായിരിക്കണം. അപ്പോൾ ഈ ചോദക പ്രതികരണ പഠനം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്ത നമ്മൾ പറയാൻ പോവുകയാണെങ്കിൽ ശൃംഖലന പഠനം, ചോദക പ്രതികരണ പഠനം. ഇപ്പം ഞാനൊരു ചോദക പ്രതികരണ പഠനത്തിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ ഒത്തിരി ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞുവെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുത്താൽ ഉടൻ തന്നെ, ഭക്ഷണം കാണിച്ചതിന് ശേഷം നായയുടെ കാല് അല്ലെങ്കിൽ കൈ എന്താ ചെയ്യുന്നത്, കൈ ഒന്ന് ആട്ടണം, കൈ ആട്ടുക, അല്ലെങ്കിൽ കൈ എടുത്ത് വിഷ് ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും അവൻ വന്ന് അവൻ്റെ കൈ വിഷ് ചെയ്യണം, ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കണമായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവന് ഇടയ്ക്ക് ഒന്ന് മാറ്റി പ്രയോഗിച്ചു. കാര്യം ഇവൻ്റെ കൈ പിടിച്ചൊന്ന് കുലുക്കി, യജമാനന് കൈ പിടിച്ച് കുലുക്കിയതിന് ശേഷം അവന് ഭക്ഷണം വച്ചു കൊടുത്തു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. കൈ ജസ്റ്റ് ഒന്ന് പിടിച്ച് കുലുക്കി, പിന്നെ അവന് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന സമയമൊക്കെ തന്നെ അവന് എന്ത് ചെയ്യുന്നു, കൈ ഉയർത്തി ഇങ്ങനെ സല്യൂട്ട് വയ്ക്കുന്നു. കൈ ഉയർത്താനുള്ള ആ ഒരു വിദ്യ അവൻ പഠിച്ചു എന്ന് തന്നെ പറയാം. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കാര്യം നമ്മൾക്ക് അവന് ആവശ്യഘട്ടകമായ ഭക്ഷണത്തിലൂടെ അവൻ ഭക്ഷണം എന്ന പ്രബലനം അവന് നൽകി. അപ്പോഴെന്ത് ചെയ്തു, ഈ പ്രവൃത്തി നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്ത് ഭക്ഷണത്തിൻ്റെ അഭാവത്താൽ പോലും അവൻ എന്ത് ചെയ്തു, ഭക്ഷണം കാണിച്ചില്ലെങ്കിൽ കൂടി അവൻ എന്ത് ചെയ്യുന്നു, സല്യൂട്ട് കാണിക്കാൻ തുടങ്ങി. ഇപ്പം ഇവിടെ അവനൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിയത് ഭക്ഷണമാണ്. അപ്പോൾ അവൻ ഇവിടെ എന്താ പഠിച്ചത്, അവൻ ഇവിടെ പഠിച്ചത് പിന്നെ എന്താണ്, അത് യജമാനൻ നായയോട് കൈ ഉലുക്കാൻ തന്നെ പറയുമ്പോൾ, കൈ ഉയർത്താൻ പറയുമ്പോൾ, സല്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു, സല്യൂട്ട് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് അവൻ ഇവിടെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ സല്യൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം, അവനിൽ നിന്നൊരു റെസ്പോൺസ് ഉണ്ടാക്കി എടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മളിവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു, ഫുഡ് കൊടുത്തില്ലായിരുന്നെങ്കിലോ അവളിൽ നിന്ന് കൃത്യമായ പ്രതികരണം ഉണ്ടാവത്തില്ല. ഇതാണ് ചോദക പ്രതികരണ പഠനത്തിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ദെൻ ശൃംഖലന പഠനം അഥവാ ചെയിൻ ലേണിംഗ്, നേരത്തെ പഠിച്ച ചോദക പ്രതികരണ ബന്ധങ്ങൾ ക്രമത്തിൽ സംയോജിപ്പിച്ച് ഒരു വ്യവഹാര ശൃംഖല രൂപപ്പെടുത്തുന്നതാണ് എന്നറിയപ്പെടുന്നത് ശൃംഖലനം. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നറിവുകൾ, നമ്മുടെ പ്രീ റിക്വസ്റ്റുകളെ സംയോജിപ്പിച്ച് ഒരു വ്യവഹാര ശൃംഖല, നമ്മൾ വ്യവഹാരത്തിൻ്റെ ഒരു ചെയിൻ, ദാറ്റ് മീൻസ് ചെയിൻ നമ്മൾ തന്നെ രൂപപ്പെടുത്തണം. ഗാഗ്നെ ഈ ഇനത്തെ ഭാഷോത്തര ക്രമങ്ങളിൽ പെടുത്തുന്നു. ഭാഷേതര ക്രമങ്ങൾ, ഭാഷയല്ല ഭാഷേതര, ഭാഷയ്ക്ക് അതീതമായിട്ട് ഉള്ള ഭാഷേതര ക്രമങ്ങളിൽ പെടുത്തുന്നു. എന്നാലും പ്രാരംഭഘട്ടത്തിൽ ഒരു ചാലക ശ്രേണി സൃഷ്ടിക്കുന്നതിന് ഭാഷാപരമായ സൂചനകളും നൽകാവുന്നതാണ്.
അല്ല, ആദ്യഘട്ടത്തിൽ ഒരു എന്താ ചെയ്യുന്നത്, ആദ്യഘട്ടത്തിൽ പ്രാരംഭഘട്ടത്തിൽ ഒരു ചാലക ശ്രേണി സൃഷ്ടിക്കുക, അല്ലെ, ചെയിൻ ഓഫ് ശ്രേണി അല്ലെങ്കിൽ ചെയിൻ സൃഷ്ടിക്കുന്നതിന് നമുക്ക് എന്തും കൊടുക്കാമെന്ന് പറയുന്ന ഭാഷാപരമായിട്ടുള്ള പല സൂചനകളും നമുക്ക് കുട്ടികളിലേക്ക് നൽകാവുന്നതാണ്. പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൽ നിരവധി അതായത് ഐ ഹാൻഡ് കോർഡിനേഷൻ നമ്മൾ പഠിച്ചെടുക്കുന്ന കണ്ടിട്ടില്ലേ, അതൊക്കെ തന്നെ നമ്മൾ മുന്നേ പഠിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലേ. ഫോർ എക്സാമ്പിൾ ബട്ടൺ ഇടുക, പെൻസിൽ ഉപയോഗിക്കുക, എഴുതുക തുടങ്ങിയ ഉദാഹരണങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ശൃംഖല പഠനം കാര്യക്ഷമമായി നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചുവടെ പറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കണം. ശൃംഖലന ഒരു പ്രത്യേക കണ്ണിയും ശൃംഖലനയിലുള്ള ഒരു പ്രത്യേക കണ്ണിയും നേരത്തെ പഠിച്ചിരിക്കണം. ശൃംഖലനയിലുള്ള ഓരോ പ്രത്യേക കണ്ണിയും നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഓരോ കണ്ണിക്കും മുൻകണ്ണിയുമായി എന്തുണ്ടായിരിക്കണം, സാമീപ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ശൃംഖലനയിലെ ഓരോ ചോദക പ്രതികരണവും ശരിയായ ക്രമത്തിൽ അടുക്കാൻ ആവശ്യമായ ആവർത്തനാഭ്യാസം ചെയ്യണം. അപ്പോൾ ശൃംഖലനയിലെ ഓരോ ചോദകവും, ശൃംഖലന എന്ന് പറയുമ്പോൾ ചെയിനിൽ ഓരോ ചോദകങ്ങളുണ്ട്. ഈ ചോദകങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ചോദക പ്രതികരണം ശരിയായ ക്രമത്തിൽ അടുക്കാൻ ആവശ്യമായ, ശരിയായ ക്രമത്തിൽ അടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ശരിയായ തരത്തിലുള്ള ആവർത്തന അഭ്യാസം നൽകണം. അപ്പോൾ ശരിയായ തരത്തിലുള്ള ആവർത്തന അഭ്യാസം നൽകിയെങ്കിൽ മാത്രമേ നമുക്കിവിടെ ശൃംഖല പഠനം പൂർത്തിയാകത്തുള്ളൂ. മുന്നേ പഠിച്ചിരുന്ന അനുഭവങ്ങളെ ഇപ്പോൾ പഠിക്കുന്ന അനുഭവങ്ങളുമായിട്ട് നമ്മൾ ശൃംഖലനം ചെയ്യണം, കൂട്ടിയോജിക്കണം. അതുപോലെ തന്നെ ഓരോ കണ്ണിക്കും മുൻകണ്ണിയുമായിട്ട് സാമീപ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ മാത്രമേ ഓരോ ചോദക പ്രതികരണവും ശരിയായ ക്രമത്തിൽ അടുക്കാൻ ആവശ്യമായ ആവർത്തന അഭ്യാസം നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കതിനൊരു ഉദാഹരണം നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഒരു പാവയെ കാണുമ്പോൾ അത് ആദ്യം അതിനെ കുഞ്ഞായി പ്രതിനിധീകരിക്കും. ഇവിടെ നമ്മൾ ശൃംഖലനം ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഒരു പാവയെ കാണുമ്പോൾ അത് ആദ്യം അതിനെ കുഞ്ഞായി പ്രതിനിധീകരിക്കുന്നു, എന്നിട്ട് പാവയെ അണിയിച്ചൊരുക്കുന്നു, പാവയെ മേക്കപ്പ് ചെയ്യുന്നു, തുടർന്ന് പാവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇനി ബിയിൽ കീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഉചിതമായ കീ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശൃംഖലനം ചെയ്തു. ആദ്യത്തെ ചിത്രത്തിലൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളൊരു പാവ ഇങ്ങനെ ആദ്യം കാണുവാണ് ഒരു കുട്ടി. അപ്പോൾ തന്നെ കുട്ടി എന്ത് ചെയ്യും, അവൻ്റെ കുട്ടിയായിട്ട് അവനെ ചിത്രീകരിക്കും ഈ പാവയെ. എന്നിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടേക്കും പാവയെ നമ്മൾ അണിയിച്ചൊരുക്കും, മേക്കപ്പ് ഇടുന്നു, പാവയ്ക്ക് ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ ഓരോ ചെയിനുകളായിട്ട് നമ്മൾ പഠിച്ചു വരും. മനസ്സിലാകുന്നു. പിന്നെ കീകളുടെ കൂട്ടത്തിൽ നിന്ന് നിരവധി കീസ് കിടക്കുന്നു, അതിൽ നിന്നും വളരെ ഉചിതമായ ഒരു കീ നമ്മളെ തിരഞ്ഞെടുക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മൾ ശൃംഖലനം ചെയ്ത് പഠിക്കുന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഭാഷാപര സംയോജനമാണ് അടുത്ത ചെയിൻ എന്ന് പറയുന്നത്. ഭാഷാപര സംയോജനത്തിൽ എന്താണ്, ഭാഷാപര സംയോജനത്തിൽ ഭാഷാപര ശൃംഖലകളുടെ പഠനം അന്തർഭവിച്ചിരിക്കുന്നു. ഭാഷാപര സംയോജനത്തിൽ ഭാഷാപരമായ ഒരുപാട് ശൃംഖലനങ്ങളുണ്ടല്ലോ, അത് അന്തർഭവിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ശൃംഖലയിൽ നിന്ന് 3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഷാപര ശൃംഖലനത്തിൽ 3 ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഭാഷാപര സംയോജനം നടക്കണമെങ്കിൽ മുൻ പഠനത്തിൻ്റെ സഹായത്തോടെ ചോദകവും ബന്ധപ്പെട്ട പ്രതികരണവും തമ്മിൽ എന്തുണ്ടാവണം, ശൃംഖലനം നടക്കണം. ആ ബന്ധം ചോദകങ്ങളെ വേർതിരിക്കുന്നതിനും പ്രതികരണം പുറപ്പെടുവിപ്പിക്കുന്നതിനും സഹായമാവുകയും വേണം. എങ്കിൽ മാത്രമേ ഭാഷാപര സംയോജനം പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഷാപര സംയോജനത്തിൽ ഭാഷാപര ശൃംഖലകളുടെ പഠനത്തെ അന്തർഭവിച്ചിരിക്കുന്നു. ഒരു ശൃംഖലയിൽ നിന്ന് 3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു ശൃംഖലയിൽ തന്നെ 3 ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഭാഷാപരമായ സംയോജനം നടക്കണമെങ്കിൽ മുൻ പഠനത്തിൻ്റെ സഹായത്തോടു കൂടി, അപ്പോൾ ഭാഷാപര സംയോജനം നമ്മൾ ക്ലാസ് റൂമിൽ നടക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം, നമ്മൾ പഠിച്ച പാഠഭാഗവും അല്ലെ സഹായത്തോടു കൂടി ചോദക ബന്ധങ്ങളെ പ്രതികരണവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശൃംഖലനം ചെയ്യണം അല്ലെ. അപ്പോൾ വേർതിരിക്കുന്നതിന് എന്ന് മാത്രമല്ല ഇതിൽ നിന്നും ഈ ബന്ധത്തിൽ നിന്ന് ചോദകങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനും പ്രതികരണം പുറപ്പെടുവിക്കുന്നതിനും സഹായമായി വർത്തിക്കുകയും വേണം. ബിംബങ്ങളും നേരത്തെ പഠിച്ച വാചിക ബന്ധങ്ങളും അല്ലെ, ബിംബങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചു, പിന്നെ പഠിച്ചൊരു വാചിക ബന്ധങ്ങളും. അപ്പം ബിംബങ്ങളും നേരത്തെ പഠിച്ച വാചിക ബന്ധങ്ങളും ഒരു ശൃംഖലയുടെ ഭാഗമായി, ഈ ശൃംഖലന ഉണ്ടല്ലോ 3 ഘട്ടങ്ങളുണ്ട്, അപ്പോൾ ശൃംഖലനയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനെയാണ് ഭാഷാപര സംയോജനം എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം, എങ്കിലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഉദാഹരണമായിട്ടൊരു കുട്ടി ഒരു വസ്തുവിന് ബോൾ എന്ന് പേരിട്ടു, ഭാഷാപര സംയോജനം നടത്തുവാണ്. ബോൾ എന്ന് പേരിടുമ്പോൾ അത് റൗണ്ട് ബോൾ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോൾ എന്നൊക്കെ പറയും. ബോൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതുകൊണ്ട് ഭാഷാപരമായിട്ട് നമ്മൾ എങ്ങനെയാണ് ശൃംഖലപ്പെടുത്തുന്നത്, കറുത്ത ബോള്,
അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ, അല്ലെങ്കിൽ റൗണ്ട് ബോൾ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഷയുമായിട്ട് നമ്മളെ ശൃംഖലനം ചെയ്യാൻ നമ്മൾ പഠിച്ചു. മുന്നേ പഠിച്ച അറിവിനെ ഞാൻ ബോൾ പഠിച്ചു, ഇപ്പം കറുത്ത ബോൾ പഠിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ മോഡിഫൈഡായി കറുത്ത ബോൾ, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലെ ബോൾ എന്നിങ്ങനെയുള്ള ഭാഷയും പരമായിട്ട് നമ്മൾ ഈ ഒരു വസ്തുവിനെ എന്ത് ചെയ്തു, സംയോജനം നടത്തി. ഭാഷാപര സംയോജനം എന്നറിയപ്പെടുന്നത് ഇതിനെയാണ്. ദെൻ വരുന്നത് ബഹുമുഖ വിവേചനം, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ്. സാമ്യമുള്ള ചോദകങ്ങൾക്ക് പഠിതാവ് വിവേചനക്ഷമമായ വ്യത്യസ്ത പ്രതികരണങ്ങൾ നൽകുമ്പോഴാണ് ഈ ഇനത്തിൽപ്പെട്ട വ്യവഹാരം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, സാമ്യമുള്ള ചോദകങ്ങൾക്ക് പഠിതാവ് വിവേചനപരമായ ഒരു വ്യത്യസ്തപരമായിട്ടുള്ള പ്രതികരണങ്ങൾ നൽകുമ്പോഴാണ് ഈ ഇനത്തിൽപ്പെട്ട വ്യവഹാരം ഉണ്ട്. ഉദാഹരണമായി, പ്രായം കുറഞ്ഞൊരു കുട്ടി നിറങ്ങളും ആകൃതികളും, അതായത് തിരിച്ചറിയുന്നു, ഓരോന്നും ബഹുമുഖ നിരവധി കാര്യങ്ങളുള്ളപ്പോൾ അതിൽ നിന്ന് എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം വ്യത്യസ്തമായി ഞാൻ തിരഞ്ഞെടുക്കും, അതാ പറയുന്നത്. അപ്പോൾ പിന്നെ പ്രായം കുറഞ്ഞ കുട്ടി നിറങ്ങളും ആകൃതികളും പഠിക്കുമ്പോൾ കുട്ടി ബഹുമുഖ വിവേചന പഠനം സ്മരിക്കുന്നു, അല്ലെങ്കിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കണമെങ്കിൽ സ്മരിക്കുന്നു എന്ന് വായിക്കണം കേട്ടോ. ഇവിടെ സ്മരിക്കുന്ന, എന്താണ് പഠനം സ്മരിക്കുന്ന, മരിക്കുന്നതല്ല സ്മരിക്കുന്ന, ഓർമ്മിക്കുന്ന, അതങ്ങനെ വായിച്ചോണം. അപ്പോൾ സ്മരിക്കുന്നു അല്ലെങ്കിൽ സ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് എന്താ പറയാം, ഓർമ്മയിൽ തങ്ങി നിൽക്കണമെങ്കിൽ ആരുടെ, കുട്ടിയുടെ ചോദകങ്ങൾ കഴിയുന്നതും വ്യക്തമായ മുൻബന്ധങ്ങളുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കുന്നു, അല്ലെ. കൂട്ടിക്കുഴയ്ക്കുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ തടയേണ്ടതായിട്ടുണ്ട്. എന്ന് വച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിവിടെ മുന്നേ പഠിച്ച കാര്യങ്ങളുമായിട്ട് ഉള്ള മുൻബന്ധങ്ങളുമായി കൂട്ടിക്കുഴയും പല സംഭവങ്ങളും. അതിന് നമ്മൾ പരമാവധി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ കൂട്ടിക്കുഴക്കൽ തടയണം. എന്ന് വെച്ചാൽ ഒരു കുട്ടി വിവിധങ്ങളായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ എക്സാമ്പിളിലേക്കോട്ട് നോക്കിയേ. കുട്ടി ഇവിടെ നിരവധി കാറുകൾ കിടക്കാണ്, അല്ലെ. വിവിധ തരത്തിലുള്ള കാറുകൾ, വിദ്യാർത്ഥി അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ ഉപയോഗത്തിൽ, നമുക്ക് പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് നിങ്ങൾക്ക് കൂടെ പറയാം, ഇവിടെ എഴുതിയിട്ടുണ്ട് ചിലതിലൊക്കെ തന്നെ. അങ്ങനെ വിവിധ തരത്തിലുള്ള പേരുകൾ വിളിക്കാനുള്ളൊരു കഴിവ് എന്ന് വെച്ചാൽ ഇതെല്ലാം കാറുകളാണ്. ഈ കാറിൽ നിന്ന് ഒരു കുട്ടി വ്യത്യസ്തമായിട്ട് ചുവന്ന നിറമുള്ള കാറും, അല്ലെങ്കിൽ ഞാൻ ആ വിളിക്കുന്ന കാറിൻ്റെ പേര് ഒരു പ്രത്യേക രീതിയിൽ ഒരു കാറിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, അല്ലേ. അപ്പം ഇല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ആ കാറിൻ്റെ പേര് വിളിക്കാനുള്ള കഴിവ് ഒരു വിദ്യാർത്ഥിയിൽ വികസിക്കുമ്പോൾ എന്നുള്ളതാണ്. ഈ വികസിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അവനെ ബഹുമുഖമായിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിനുള്ള കഴിവ്, അല്ലെങ്കിൽ നിരവധി ഘടകങ്ങളിൽ നിന്നും അവന് വേണ്ടപ്പെട്ടിട്ടുള്ള കാറിൻ്റെ പേരെടുത്ത് അവൻ വിളിക്കുന്നതിനുള്ള കഴിവ് മനസ്സിലാവുന്നു. അപ്പോൾ നിറങ്ങൾ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിറങ്ങളും ഒക്കെ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബഹുമുഖ വിവേചനം സ്മരിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞൊരു കുട്ടി നിറങ്ങളും ആകൃതികളും പഠിക്കുമ്പോഴത്തേക്കും ബഹുമുഖ വിവേചന സ്മരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓർമ്മിക്കപ്പെടും. അല്ലെങ്കിൽ തങ്ങി നിൽക്കണമെങ്കിൽ ചോദകങ്ങൾ കഴിയുന്നതും വ്യക്തമായി മുൻബന്ധങ്ങളുമായി കൂട്ടിയിഴയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, തടയണം. ചോദകങ്ങളെ മുൻബന്ധവുമായിട്ട് കൂട്ടിയിടക്കരുത്, എങ്കിലും എന്ത് ചെയ്യത്തില്ല, കുട്ടി ഇതിൽ നിന്നും ചൂസായിട്ടുള്ളത് തിരഞ്ഞെടുക്കത്തില്ല. അപ്പം അതിനെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കുന്ന പരമാവധി കുറയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ കാറുകൾ കാണുമ്പോൾ കാറുകളെ അതിൻ്റെ പേരിൽ വേർതിരിക്കുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതൊരു ബഹുമുഖ വിവേചനമാണ്. നമുക്ക് വേർതിരിക്കുന്നു, ഇവയെല്ലാം കാറുകളാണ്. അവയെ വേർതിരിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്നാ, ബഹുമുഖ വിവേചന പഠനം എന്ന് വിളിക്കുക. അപ്പം നിരവധി കാറുകളുണ്ട്, അതിൽ എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക ചുവന്ന നിറത്തിലുള്ള എൻ്റെ കാറിനെ ഞാൻ ആ കാറിൻ്റെ പേരെടുത്ത് ചൊല്ലി അതിനെ വിളിക്കും. ഇതിനെയാണ് ബഹുമുഖ വിവേചനം എന്നതുകൊണ്ട് അർത്ഥം. അത് പല കാര്യങ്ങളിലേക്കും നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആശയ പഠനമാണ്. എന്താണ്, ആശയ പഠനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, അതായത് ഗാഗ്നയുടെ ഹെറാർക്കി ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്ത ക്ലാസ്, അതായത് ആശയപഠനം എന്നറിയപ്പെടുന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. അപ്പം ഞാൻ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഗാഗ്നയുടെ ഹെറാർക്കി ഓഫ് ലേണിംഗുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില ഭാഗങ്ങളാണ്, ക്ലാസ്സുകളാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗാഗ്നയുടെ ഹെറാർക്കി ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള തലങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 5 തലങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളൊരു പുതിയ തലത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ പടിയിലേക്ക് കടക്കുകയാണ്. നമ്മളിന്ന് 6ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആശയ പഠനത്തിലെ, അപ്പം നമ്മൾ 5 സ്റ്റെപ്പുകൾ ഓൾറെഡി പഠിച്ചു. 5 സ്റ്റെപ്പുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു. സംജ്ഞാപഠനം, അതുപോലെ തന്നെ ചോദക പ്രതികരണ പഠനങ്ങൾ പഠിച്ചു, ശൃംഖലന പഠനം പഠിച്ചു, അല്ലെങ്കിൽ വെർബൽ അസോസിയേഷൻ ഭാഷാപര പഠനം പഠിച്ചു, ബഹുമുഖ വിവേചനം നമ്മൾ പഠിച്ചു,
ദെൻ 6ാമത്തെ പഠനമായ ആശയ പഠനം. അപ്പോൾ ആശയം അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാശയം പഠിക്കുമ്പോൾ പഠിതാവ് ചോദകത്തിൻ്റെ വസ്തുനിഷ്ഠമായ ഭൗതിക സവിശേഷതകൾക്ക് പകരം നിറം, ആകൃതി, സ്ഥാനം തുടങ്ങിയ ഗുണാത്മകമായ സവിശേഷതകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ആശയത്തെ പഠിക്കുകയാണ്, കോൺസെപ്റ്റിനെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവൻ്റെ വസ്തുനിഷ്ഠതയ്ക്കായിരിക്കും, അവൻ്റെ ഭൗതികതയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിന് അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ഭൗതിക സവിശേഷതകൾക്ക് പകരം നിറം, ആകൃതി, സ്ഥാനം തുടങ്ങിയ ഗുണാത്മകമായ സവിശേഷതകളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലേ. ഇപ്പോൾ നമ്മൾ സമചതുര കട്ടകളുമായി വേണ്ടത്ര പരിചയം നേടിയിട്ടില്ലാത്ത ശിശു, അപ്പോൾ വേണ്ടത്ര പരിചയം നേടിയിട്ടില്ലാത്ത ശിശു താൻ കണ്ട മഞ്ഞ നിറമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇഞ്ചാണ് കാണിച്ചിരിക്കുന്നത് 2x2 2x2 അളവുള്ളതും അല്ലേ തടിയിലുണ്ടാക്കിയതുമായ സമചതുര കട്ടയുമായിട്ടാകും അല്ലേ സമചതുര കട്ടയാകും എന്ന് അവൻ എന്താ വെച്ചാൽ ഈ കുട്ടിയെ സംബന്ധിച്ച് സമചതുര കട്ടയുമായിട്ട് വേണ്ടത്ര യാതൊരു പരിചയമില്ല. അപ്പോൾ ഇവനിത് എങ്ങനെ ഈ കോൺസെപ്റ്റിന് ഇവനെങ്ങനെ ഓൾറെഡി ഇതൊരു സമചതുര കട്ടയാണെന്നുള്ള കോൺസെപ്റ്റ് ഇവൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് പ്രത്യേകമായ പരിചയം നേടിയിട്ടില്ലെങ്കിൽ കൂടി ശിശു താൻ കണ്ട മഞ്ഞ നിറമുള്ളതും 2x2 ഇഞ്ച് ആ ഒരു ഇഞ്ച് അളവുള്ളതും തടിയിലുണ്ടാക്കിയതുമായ സമചതുര കട്ടയാകും, അല്ലെങ്കിൽ ഇതാണ് സമചതുര കട്ടയായിട്ടായിരിക്കും ഈ ഒരു സംജ്ഞ ആ സംജ്ഞ എന്ന് എന്ത് ചെയ്യുന്നത് നാം ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ കുട്ടിയെ സമചതുര കട്ട എന്നറിയപ്പെടുന്ന സംജ്ഞ ആ ഒരു കോൺസെപ്റ്റിനെ ഞാൻ വ്യക്തമാക്കി കൊടുക്കുന്ന എങ്ങനെ അവന് ഈ തന്നെ മഞ്ഞ നിറം അല്ലെങ്കിൽ അവന് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല ഈ സമചതുര കട്ടയെക്കുറിച്ച്, പക്ഷെ അവനിതെങ്ങനെ മനസ്സിലാക്കുന്നേ, അവന് ഇവിടെ ഈ 2x2 ഇഞ്ച് അളവുള്ളതും മഞ്ഞ നിറമുള്ളതും തടിയിലുണ്ടാക്കിയതുമായ സമചതുര കട്ടയായിട്ടായിരിക്കും അപ്പോൾ ഈ ഒരു ആകൃതിയിലുള്ള സമചതുര കട്ടകളുമായിട്ട് വേണ്ടത്ര പരിചയമില്ലെങ്കിൽ കൂടി താൻ മെനഞ്ഞെടുത്ത ഈ കോൺസെപ്റ്റ് വെച്ച് ഇത് എന്ത് ചെയ്യും, ഇത് സമചതുര കട്ടയുമായിട്ടാകും ഇത് സമചതുര കട്ടയുമായിട്ടാകും ആ സംജ്ഞ നാം എന്ത് ചെയ്യുന്നത്, അതായത് ഈ പഠിച്ചു വച്ചിരിക്കുന്ന കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അവൻ ഇതിനെ രൂപകൽപ്പന ചെയ്യും. ഇതിനെയാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താ, ആ ഒരു സംജ്ഞ നമ്മൾ അവനെ ബന്ധപ്പെടുത്തും. എന്നാൽ അനുഭവം വ്യാപകമാകുന്നതോടെ അപ്പോൾ അവന് കിട്ടി ഈ ഒരു കോൺസെപ്റ്റ് അവന് കിട്ടി, പക്ഷെ അനുഭവം പിന്നും തുടർച്ചയായിട്ട് പല കാര്യങ്ങൾ അവനിങ്ങനെ കിട്ടുമ്പോഴോ അത് വച്ചിട്ട് അവൻ്റെ അനുഭവം വളരെ വലുതാകും. വ്യാപകമാകുന്നതോടെ ഏത് പദാർത്ഥം ഉപയോഗിച്ച് ചെയ്തതോ ഏതളവോ ഏത് നിറമോ ആയാലും അവൻ എന്ത് ചെയ്യും, അവൻ ആ ആകൃതിയുള്ള വസ്തുവിനെ അതായത് സമചതുരത്തിന് കൃത്യ ആകൃതി ഉണ്ടല്ലോ, ആ ആകൃതി കാണുമ്പോൾ തന്നെ അവൻ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിയും. ഓൾറെഡി ഫസ്റ്റ് അവന് ഒരു പരിചയം ഇല്ലെങ്കിലും കൂടി അവൻ്റെ എന്താണ് അവൻ്റെ കളർ എന്താണ്, ഇല്ലെങ്കിൽ ഇത്ര ഇഞ്ചുണ്ട് അല്ലേ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആശയങ്ങൾ വച്ചിട്ട് അവൻ ക്രോഡീകരിച്ചെടുത്തു. പക്ഷെ ഇവിടെ എന്ത് വേണം, ഇത് കുറച്ച് അതായത് ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ അവന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഏതളവ് വന്നാലും പല നിറത്തിലുള്ളത് കാണിച്ചു കൂടി ഇത്തരം ആകൃതിയിലുള്ള അല്ലെങ്കിൽ സമചതുര കട്ടയുമായിട്ട് ബന്ധപ്പെട്ട ആകൃതിയിലുള്ളതിനെ അവൻ എന്തായി മനസ്സിലാക്കും, ആ വസ്തുവിനെ സമചതുര കട്ടയായി അവന് മനസ്സിലാക്കാൻ കുട്ടി പഠിക്കുന്നു. അതായത് കുട്ടി സമചതുര കട്ടയുടെ കൂടെ സ്വഭാവം അല്ലെങ്കിൽ ക്യൂബിനസിനെ അല്ലേ ക്യൂബിനസ് മീൻസ് സമുദ്രം, ത്തെ സംബന്ധിച്ച അല്ലെങ്കിൽ ക്യൂബിനെ സംബന്ധിച്ച അല്ലെങ്കിൽ സമചതുര കട്ടയെ സംബന്ധിച്ച ആ മാനസിക ബിംബം അവൻ എവിടെ രൂപപ്പെടുത്തി വച്ചു, അവൻ്റെ ധാരണയിൽ അത് രൂപപ്പെടുത്തി വച്ചു. ഇനിയിപ്പോൾ ഏത് നിറത്തിൽ കാണിച്ചാലും അവൻ്റെ കൃത്യമായിട്ട് ആകൃതി കാണുമ്പോൾ തന്നെ അവൻ പറയും ഇത് സമചതുര കട്ടയാണ്. പണ്ട് പരിചയമില്ലെങ്കിൽ കൂടി അതിൻ്റെ നിറം കണ്ടും ഇല്ലെങ്കിൽ ഈ വലിപ്പം കണ്ടും അങ്ങനെ അവൻ എന്ത് ചെയ്യും, അത് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്തില്ല. ഇപ്പോഴവന് പ്രത്യേകിച്ച് നിറവും ഒന്നും കാണേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ അവൻ്റെ ഒരു ആകൃതി കാണുമ്പോൾ തന്നെ അവൻ പറയും ഒരു മാനസിക ബിംബം രൂപപ്പെടുത്തി വൈവിധ്യമുള്ള അത്തരം കട്ടകളെയെല്ലാം എന്ത് വൈവിധ്യം വന്നാലും ഈ ആകൃതി ക്യൂബിനസിൻ്റെ ആകൃതിയുള്ള കട്ടകളെയെല്ലാം ആ പേര് കൊണ്ട് അവൻ ഏത് പേര് കൊണ്ട് സമചതുര കട്ട എന്ന പേര് കൊണ്ട് അവൻ തിരിച്ചറിയാനുള്ള ശേഷി കൈവരുന്നു. അപ്പോൾ കുട്ടി സമചതുര കട്ട എന്ന ആശയം പഠിച്ചതായി നാം പറയുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കുട്ടി എന്ത് ചെയ്യും, കുട്ടി സമചതുര കട്ട എന്ന ആശയം
നമ്മൾ പഠിച്ചതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ കുട്ടിക്ക് സമചതുര കട്ടയോട് ഒരു ആശയം പഠിക്കുമ്പോൾ, ഒരു ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അവന് പ്രത്യേകിച്ചൊരു ഇതുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. എങ്കിൽ കൂടി അവനൊരു നിറം വച്ചിട്ടോ, അല്ലെങ്കിൽ താങ്കണ്ട മഞ്ഞ നിറമുള്ളതും 2x2 ഇഞ്ച് വലിപ്പമുള്ളതും തടിയിലുണ്ടാക്കിയതും ഒക്കെ ആയിട്ടാണ് അവനൊരു ബിംബം, മാനസിക ബിംബം വന്നു, ഒരു ജസ്റ്റ് വന്നു. ബട്ട് അത് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് ഈ മാനസിക ബിംബങ്ങളുടെ അളവ്, എണ്ണം, അനുഭവം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരുന്നപ്പോഴോ അവന് പ്രത്യേകിച്ച് നിറവും വണ്ണവും ആകൃതി ഒന്നും അറിഞ്ഞെങ്കിൽ കൂടി ഒരു പ്രത്യേക ക്യൂബ് ആകൃതി, അല്ല ക്യൂബിൻ്റെ സമചതുര കട്ടയിലുള്ള ആകൃതി കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാക്കാൻ കഴിയും ഇതെന്താണെന്നുള്ളത്. ഇത് ഒരു സമചതുര കട്ടയായിട്ട് അവന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കുട്ടി സമചതുര കട്ട എന്ന ആശയം, കട്ട എന്ന് വായിക്കണം, സമചതുര കട്ട എന്ന ആശയം, കട്ടീന്നായിപ്പോയി, കട്ട എന്ന ആശയം പഠിച്ചതായി ഞാൻ പറയുന്നു കേട്ടോ. അവിടെ വന്നിട്ട് അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ. സമചതുര കട്ട എന്ന ആശയം കുട്ടി പഠിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ ആശയത്തെ അവൻ്റെ ധാരണ, അവൻ്റെ മാനസിക ബിംബം വെച്ചു കൂട്ടിയോജിപ്പിച്ചു. അപ്പം നമുക്കിനി കുറച്ച് എക്സാമ്പിളും കൂടെ പറയാം. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് പിക്ചറിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഒബ്ജക്റ്റുകളിലെ പൊതുവായ ആശയം, നമുക്കിവിടെ ആ പൊതുവായ ആശയത്തിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആശയം നിരീക്ഷിക്കാൻ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ, നമ്മളൊരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ ഒരു ക്ലച്ച് അല്ലെങ്കിൽ ഗിയർ എന്നിവ ഉപയോഗിച്ച് ആരംഭിക്കണം. ക്ലച്ച് ഉപയോഗിക്കുന്നു ആദ്യം, പിന്നെ ഗിയർ ഉപയോഗിക്കുന്നു, തുടർന്ന് പതുക്കെ ക്ലച്ചും ആക്സിലേറ്റർ വിടുകയും, ക്ലച്ചിൽ നിന്ന് ആക്സിലേറ്റർ വിടുകയും ഉയർത്തുകയും വേണം. അപ്പോൾ ക്ലച്ച്, ഗിയർ അല്ല ഇവ തമ്മിലാണ്. അപ്പോൾ ഒരു കാർ ഓടിക്കുമ്പോൾ ഒരാൾ ഉപയോഗിച്ച് ആരംഭിക്കണം, ക്ലച്ച് ഉപയോഗിച്ച് ആരംഭിക്കണം. ക്ലച്ചും ഗിയറും ഉപയോഗിച്ച് വേണം തുടങ്ങേണ്ടത്. ഒരു മീൻസ് എന്ത് ചെയ്യേണ്ടത്, ഒരു കാർ ഓടിക്കുമ്പോൾ ഒരാൾ എന്തുപയോഗിച്ച് ആരംഭിക്കണം, അപ്പോൾ തുടർന്ന് പതുക്കെ ക്ലച്ച് വിടുകയും ആക്സിലേറ്റർ ഉയർത്തുകയും ചെയ്യണം. അപ്പോൾ ഒരു കാർ ഓടിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ആശയമുണ്ടല്ലോ, ഇവിടെ ക്ലച്ചും ഗിയറും വേണം. അപ്പോൾ കാറിലും നമുക്ക് പൊതുവായിട്ടൊരാശയം ഇവിടെ കിട്ടി. നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ മേലിൽ ഒരു ബൈക്ക് തുടങ്ങിയാലും കാറ് ആരംഭിക്കാൻ തുടങ്ങിയ പൊതുവായിട്ടൊരാശയം ഇവിടെ കിട്ടി. എന്താ, ഒരാൾ ക്ലച്ചും ഗിയർ എന്നിവ ഉപയോഗിച്ച് ആരംഭിക്കണം. ഇവിടെ ക്ലച്ചും ഗിയറും ഇവിടെ ഉണ്ട്, കാറിലുമുണ്ട്. അപ്പോൾ ഒരു പൊതു ആശയമല്ലേ അവിടെ, ഉയർത്തുകയും വേണം. അപ്പോൾ ക്ലച്ചും ഗിയറും, അതാണ് ബി പാർട്ടിലും നിങ്ങൾ നോക്കി, ഇവിടെ നമ്മൾ തുടക്കത്തിൽ ക്ലച്ചും ഗിയറും ഇവിടെ ആവശ്യമാണ്. അപ്പോൾ കാർ ഓടിക്കുമ്പോഴും ഒരാൾ ക്ലച്ച്, ഗിയർ എന്നിവ ഉപയോഗിച്ച് വേണം ആരംഭിക്കണം. തുടർന്ന് പതുക്കെ ക്ലച്ച് വിടുകയും ആക്സിലേറ്റർ ഉയർത്തുകയും ചെയ്യണം. അപ്പോൾ അതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പൊതുവായ ആശയം നിരീക്ഷിക്കുമ്പോൾ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ ഒരാൾ ക്ലച്ച്, ഗിയർ എന്നിവ ഉപയോഗിച്ച് ആരംഭിക്കണം. തുടർന്ന് പതുക്കെ ക്ലച്ച്, ആക്സിലേറ്റർ എന്നിവ വിടുകയും ചെയ്യണം, അല്ലേ, ഉയർത്തുകയും ചെയ്യണം. ആക്സിലേറ്റർ വിടുകയും ഉയർത്തുകയും ചെയ്യണം. അപ്പം ക്ലച്ചും ഗിയറും അതാണ് നമുക്ക് വേണ്ട. അപ്പോൾ ബിയിൽ ഒരു കാർ ഓടിക്കുമ്പോഴും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ക്ലച്ച്, ഗിയർ, ഒരാൾ എന്നിവ ഉപയോഗിച്ച്, ക്ലച്ചും ഗിയർ എന്നിവ എന്ന് വെച്ചാൽ ഈ ക്ലച്ചും ഗിയർ എന്നിവ ഉപയോഗിച്ച് ആരംഭിക്കണം. തുടർന്ന് പതുക്കെ ക്ലച്ച് വിടുകയും അപ്പോൾ നമ്മളിവിടെ ഒരു പൊതുവായിട്ടൊരു ആശയത്തിൽ എത്തിച്ചേർന്നെന്ന് കാണിക്കാനാണ് ഞാനിത് കാണിച്ചത്. പൊതു ആശയം നമുക്ക് കിട്ടി. നേരത്തെ നമുക്ക് സമചതുര കിട്ടി. അതിനു മുന്നേ നമുക്ക് ഒരുപാട് ആശയങ്ങൾ നമുക്കിന്നെ കാണിച്ചെങ്കിലും നമ്മൾ ആ ആശയത്തിൻ്റെ ബിംബം നമ്മുടെ മാനസിക മുമ്പായിട്ട് രൂപപ്പെട്ടില്ല. ഇപ്പം നമുക്കൊരു പൊതുവായിട്ടൊരു ആശയം കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ക്ലച്ചും ഗിയറും എന്നിവ ഉപയോഗിച്ച് ആരംഭിക്കണം. തുടർന്ന് പതുക്കെ ക്ലച്ച് ആക്സിലേറ്ററിൽ നിന്ന് വിടുകയും അത് ഉയർത്തുകയും ചെയ്യണം എന്നൊരു പൊതുധാരണ നമുക്കിവിടെ കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതൊരു പൊതു ആശയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി തത്വപഠനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തത്വപഠനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? തത്വം എന്നത് 2 അതിലധികമോ ആശയങ്ങളുടെ ശൃംഖലനമാണ്, അല്ലേ? ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ രീതിയാണ് തത്വം രൂപവൽക്കരിക്കുന്നത്. ഒരു കുട്ടി ഒരു തത്വം പഠിച്ചോ എന്നതിൻ്റെ തെളിവ് അത് പ്രയോഗിക്കാനുള്ള, ഒരു കുട്ടി ഒരു തത്വം പഠിച്ചോ എന്നൊരു ടീച്ചർ എങ്ങനെ അർത്ഥമാക്കുന്നു, അത് പ്രയോഗിക്കാനുള്ള കഴിവ് അവൻ നേടിയെടുത്തു എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓരോ തത്വത്തിലും അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഓരോ തത്വത്തിലും ഓരോ ആശയമുണ്ട്. ഈ ആശയത്തെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ആ കുട്ടി തത്വം മനസ്സിലാക്കി നമുക്ക് പറയാം. ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തത്വങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വാചികമായ നിർദ്ദേശങ്ങൾ നൽകിയാൽ മാത്രം, ഈ തത്വങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ പരസ്പരം യോജിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, വാചികമായ നിർദ്ദേശങ്ങൾ മാത്രം അധ്യാപിക കൊടുത്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ തത്വം എന്ന് പറഞ്ഞാൽ 1 അതിലധികം 2 അതിലധികമോ ആശയങ്ങളുടെ ഒരു ശൃംഖലനമാണ്, കൂട്ടിയോജിപ്പിക്കലാണ് തത്വങ്ങൾ. ആശയങ്ങൾ അപ്പോൾ ശൃംഖലനമാണ് തത്വം.
ഇനി ആ ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ രീതിയാണ് തത്വം രൂപീകരിക്കുന്നത്. കുട്ടി ഒരു തത്വം പഠിച്ചോ എന്നതിൻ്റെ തെളിവ് എന്താ? അത് പ്രയോഗിക്കാനുള്ള അവൻ്റെ ശേഷിയാണ്, ഒരു തത്വം പഠിച്ചെങ്കിൽ. അപ്പോൾ ഓരോ തത്വത്തിലും അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കി, അപ്പോൾ എല്ലാത്തിനും പൊതുവായിട്ടൊരു ആശയം കാണും, ആ ആശയം മനസ്സിലാക്കണം. നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ തത്വങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വാചികമായ ഒരു നിർദ്ദേശങ്ങൾ മതി. അപ്പം നമ്മൾ ആ തത്വങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കും. ഇത് നമുക്ക് എക്സാമ്പിൾ പറയേണ്ടതായിട്ടുണ്ട്. വായ നിറച്ച പന്ത് ചവിട്ടുമ്പോൾ, വായ നിറച്ച് വെച്ചിരിക്കുന്ന പന്ത് ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് പറക്കും, ഉരുളും, കറങ്ങും. ഇതൊരു പൊതു നിയമമാണ്. സാധാരണയായിട്ട് വായു നിറച്ച് വെച്ചിരുന്ന ഇത്തരം പന്തുകളെല്ലാം തന്നെ നമ്മൾ ഒന്നേൽ ഉയർന്നു പോകും, ഉരുളും, കറങ്ങും, ഒക്കെ തന്നെ ഒരു പൊതു നിയമമാണ്. ഈ നിയമത്തിൽ പറക്കൽ, ഉരുളൽ, കറങ്ങൽ തുടങ്ങിയ ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഇതൊരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇതൊരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആശയങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രതിനിധീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണയിൽ നമ്മൾ എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വെച്ചാൽ ഓരോ തത്വത്തിലും അടങ്ങിയിട്ടുള്ള ആശയം. ഇവിടെ നമ്മൾ എന്ത് ആശയമാണ് ഇവിടെ പഠിച്ചത്? വായ് നിറച്ച് വച്ച പന്ത് ഉരുളും ഇല്ലെങ്കിൽ പൊങ്ങും, ഇങ്ങനെയുള്ളൊരു പൊതു നിയമത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. പൊതുവായി ഈ നിയമത്തിൽ പറക്കൽ, ഉരുളൽ, കറങ്ങൽ തുടങ്ങിയ ആശയങ്ങൾ പഠിക്കപ്പെടുന്നു. ഇതൊരു നിയമത്തിൻ്റെ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിനാണ് എന്തെന്നറിയപ്പെടുന്നത്? തത്വപഠനം എന്നറിയപ്പെടുന്നത്. ഇനി ഗാഗ്നയുടെ ഹെറാർക്കി ഓഫ് ലേണിംഗിലെ ഒരു ഉയർന്ന ഘട്ടം എന്നറിയപ്പെടുന്നത് പ്രശ്ന നിർദ്ധാരണമാണ്. അപ്പം നമ്മൾ ഈ 6 ഘട്ടങ്ങൾ 7 ഘട്ടങ്ങളും കടന്നു. 8ാമത്തെ ഘട്ടത്തിൽ എത്ര ഘട്ടമാണ് ഉള്ളത്? 8 ഘട്ടങ്ങളാണ് ഉള്ളത്. 8 ഘട്ടങ്ങളും പഠിച്ചല്ലോ അല്ലേ? ഇനി പ്രശ്ന നിർദ്ധാരണം പറയുവാണെങ്കിൽ ഗാഗ്നയുടെ അഭിപ്രായത്തിൽ പ്രശ്ന നിർദ്ധാരണം എന്നാൽ നേരത്തെ പഠിച്ച തത്വങ്ങളെ, ഇപ്പം നേരത്തെ നമ്മൾ ഒരു ആശയം പഠിച്ചല്ലോ, പൊതുവായിട്ടുള്ള ഒരാശയം, ആ തത്വങ്ങളെ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ടാകുന്ന പുതിയ സങ്കീർണ തത്വങ്ങൾക്ക്, ഇവയൊക്കെ തന്നെ കൂട്ടിയോജിപ്പിച്ചിട്ട് നമ്മളൊരു പുതിയ സങ്കീർണ തത്വം ഉണ്ടാക്കും. അപ്പോൾ ഏതെങ്കിലും പ്രശ്ന സന്ദർഭത്തിന് പകരം കാണിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി പ്രയോഗിക്കുന്ന പ്രക്രിയയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രശ്ന നിർദ്ധാരണം. ഇതിൽ ചിന്തനം എന്ന് സാധാരണ പറയപ്പെടുന്ന ചില ആന്തരിക വ്യവഹാരങ്ങൾ ഉൾപ്പെടുന്നു. ചിന്തനം എന്ന് പറയുന്നത് തിങ്കിങ് എന്നറിയപ്പെടുന്ന ആന്തരിക വ്യവഹാരം ഉൾപ്പെട്ടിരിക്കും. തത്വങ്ങൾ അറിയാതെ ഇത്ര പ്രശ്ന നിർദ്ധാരണം സാധ്യമാവുകയില്ല. അപ്പം നമ്മൾ പൊതുവിൽ ഒരു തത്വം ഒരു കുട്ടി അറിഞ്ഞിരിക്കണം. തത്വം എന്ന് വെച്ചാൽ എന്താ? പൊതു ആശയം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ അതിനോട്ട് കണക്കതിനാ. അതായത് വായ് നിർത്തി വെച്ച പന്ത് ഉയരും, പൊങ്ങും, ഉരുളും എന്ന പൊതു തത്വത്തെ നമ്മളിവിടെ ഈ തത്വങ്ങളെ പരസ്പരം ശൃംഖലനം ചെയ്യണം. ശൃംഖലനം ചെയ്തു വന്നാൽ മാത്രമേ ആ കുട്ടി പ്രശ്ന നിർദ്ധാരണം ചെയ്യത്തുള്ളൂ. അതാ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതാ പറഞ്ഞത്, ഈ പൊതുവായിട്ടുള്ള തത്വങ്ങൾ അറിയാത്തൊരു കുട്ടി ഒരിക്കലും ഒരു ആശയത്തെയോ ഒരു വസ്തുതയോ ഒന്നും എന്ത് ചെയ്യത്തില്ല? പ്രശ്ന നിർദ്ധാരണം ചെയ്യുന്നത് അസാധ്യമാണ് എന്ന് ഗാഗ്നെ കരുതുന്നു. അല്ലേ? അപ്പോൾ പഠന പ്രക്രിയയിലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള പഠനമാണ് പ്രശ്ന നിർദ്ധാരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഗാഗ്നെ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഗാഗ്നയുടെ അഭിപ്രായത്തിൽ പ്രശ്ന നിർദ്ധാരണം എന്നാൽ നേരത്തെ നമ്മൾ പഠിച്ച തത്വങ്ങളെ കൂട്ടിയോജിപ്പിക്കും. നേരത്തെ പഠിച്ച തത്വങ്ങൾ ഇപ്പോഴിവിടെ എന്ത് ചെയ്യും? കൂട്ടിയോജിപ്പിക്കും. അതായത് അങ്ങനെ പുതിയ സങ്കീർണമായ തത്വങ്ങൾ, ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ കഴിയുമെങ്കിൽ, ഇത്തരം വന്നെത്തിയ ഈ സങ്കീർണ പ്രശ്നങ്ങൾക്ക് സങ്കീർണമായ തത്വങ്ങൾ കൊണ്ട് പുതിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ എടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി പ്രയോഗിക്കുന്ന ഒരു പ്രക്രിയ. എൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ പൊതു സങ്കീർണമായ തത്വം ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രശ്ന നിർദ്ധാരണമെന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ കുട്ടിയുടെ ആന്തരിക ചിന്തനത്തിന് വളരെ വലിയ പ്രാധാന്യം എവിടെ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്? പ്രശ്ന നിർദ്ധാരണത്തിന് ഇതിൽ ചിന്തനം അഥവാ സാധാരണ പറയപ്പെടുന്ന ചില ആന്തരിക വ്യവഹാരങ്ങൾ വ്യവഹാരമാണ് കേട്ടോ, ഉൾപ്പെടുന്നു. തത്വങ്ങൾ അറിയാതെ പ്രശ്ന നിർദ്ധാരണം സാധ്യമാവില്ല. അപ്പം നമ്മൾ പൊതുതത്വം, അതായത് തത്വത്തെ ശൃംഖലനപ്പെടുത്താൻ, ഒരു തത്വം എന്ന് വെച്ചാൽ എന്താ? ഒരാശയം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ശൃംഖലനപ്പെടുത്തി സങ്കീർണമായ പ്രശ്നങ്ങളെ പരിഹാരം കാണണമെങ്കിൽ തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം സാധ്യമാണോ? ഇല്ല, പ്രശ്ന നിർദ്ധാരണം സാധ്യമാവുകയില്ല എന്ന് ഗാഗ്നെ പറയുന്നു. അപ്പോൾ ഗാഗ്നെ പഠന പ്രക്രിയയിൽ ഏറ്റവും ഉയർന്ന ശ്രേണിയായിട്ട് ഗാഗ്നെ തരംതിരിച്ചിരിക്കുന്നത് ഈ പ്രശ്ന നിർദ്ധാരണത്തെയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായി 8 തത്വങ്ങളിലേക്ക് കടന്നു.
ഇനി വരുന്ന പഠന പ്രക്രിയയുടെ ഈ ക്രമീകരണം പ്രീ റിക്വസ്റ്റിൻ്റെ ആവശ്യം ഉയർത്തി കാട്ടും. നമ്മൾ എപ്പോഴും പറയില്ല, നമ്മൾ മുന്നേ പഠിച്ച അനുഭവത്തെ ഈ അറിവുമായിട്ട് കൂട്ടി യോജിക്കണം. ശൃംഖലന പഠനത്തിൽ നമ്മൾ അങ്ങ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, കൂട്ടി യോജിപ്പിക്കും. ഓരോന്നിലും ഈ ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്കുള്ള സുഗമമായ പുരോഗതി പ്രീ റിക്വസ്റ്റിൻ്റെ അഭാവത്താൽ അസാധ്യമാവും. ഒരു ലെസൺ തുടങ്ങുമ്പോഴും നമ്മൾ അവിടെ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് മുന്നറിവ് ചെക്ക് ചെയ്യണം. നമ്മളെപ്പോഴും ഇടയ്ക്കൊക്കെ പഠിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ. പ്രീ റിക്വസ്റ്റിൻ്റെ അഭാവത്താൽ അത് അസാധ്യമാകും എന്ന് പറയേണ്ടതില്ലല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ പ്രധാനമാണ് ശൃംഖലനത്തിൻ്റെ ധർമ്മം. അതായത് മുമ്പ് പഠിച്ച കാര്യത്തിനെ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കണം. മനസ്സിലാകുന്നത് അത് പറഞ്ഞാൽ ശൃംഖലനത്തിൻ്റെ ധർമ്മവും. പഠിക്കുന്ന കാര്യങ്ങൾ വേണ്ട പോലെ ശൃംഖലനം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തു പഠന പുരോഗതി അനായാസമായി സംഭവിക്കുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്തും നമ്മൾ മുന്നേ പഠിച്ച അനുഭവത്തെ ഈ അനുഭവമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്താൽ, അതായത് അതിന് പൊതുവായിട്ടുള്ള ധാരണയിൽ നമ്മൾ എത്തിച്ചേരണം അല്ലേ. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തൊരാശയം പഠിച്ചാലും അതൊരു കമ്പാരിസൺ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കമ്പാരിസൺ ചെയ്യാനുള്ള കഴിവ്, മുന്നറിവിനെ ഈ പുതിയ ഭാഗമായിട്ട് കമ്പാരിസൺ ചെയ്യണം. അപ്പോൾ ഇതിനെങ്കിൽ മാത്രമേ നമ്മുടെ പഠന പുരോഗതി എന്ത് ചെയ്യത്തുള്ളൂ, അനായാസമായി സംഭവിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പൊതു തത്വങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ശ്രദ്ധ നേടുക, കുട്ടിയുടെ അറ്റൻഷൻ, ഉദ്ദീപനങ്ങളുടെ സ്വീകരണം ഉദ്ദീപനം എന്ന് വെച്ചാൽ സ്റ്റിമുലസുകളുടെ സ്വീകരണം ലഭിക്കുന്നതിന് ശ്രദ്ധ നേടുക എന്നത് ആദ്യ സംഭവം അല്ലെങ്കിൽ നിർദ്ദേശത്തിൻ്റെ ഘട്ടമാണ്, ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ ഘട്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കൊടുക്കും, കുട്ടികൾ ഉദ്ദീപനങ്ങളിലൂടെ സ്വീകരണം ലഭ്യമാകുന്നതിന് നമ്മൾ അവിടെ എന്ത് കൊടുക്കും, കുട്ടികൾ ഇവിടെ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല കേട്ടോ പറഞ്ഞത്, ശ്രദ്ധ പതിക്കുക, കുട്ടിയുടെ അറ്റൻഷൻ വളരെ പ്രാധാന്യമാണ്. അപ്പോൾ നേടുക എന്നത് ആദ്യ സംഭവം അല്ലെങ്കിൽ നിർദ്ദേശത്തിൻ്റെ ഘട്ടമാണ്. അപ്പോൾ ആദ്യം നിർദ്ദേശം കൊടുക്കും കുട്ടികൾക്ക് അവരുടെ ശ്രദ്ധ പതിപ്പിക്കാൻ. സെക്കൻഡ് നമ്മൾ മോട്ടിവേഷൻ, പ്രചോദനം അല്ലെങ്കിൽ അഭിപ്രേരണ, പഠിതാക്കളെ ലക്ഷ്യമറിയുക, പഠിതാക്കൾക്ക് നൽകുന്നതിന് പഠനത്തിൻ്റെ ഉദ്ദേശം. പഠിതാക്കളുടെ ഒരുപാട് ലക്ഷ്യമുണ്ട് പഠനത്തിൽ നിന്ന്, ആ ലക്ഷ്യം നിറവേറ്റി കൊടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, തൻ്റെ പഠനത്തിൻ്റെ ഉദ്ദേശം എന്താണ്, താൻ പ്രതീക്ഷിക്കുന്ന ബലവും പഠിതാവിന് അറിയേണ്ടത് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ഇതാണ് പ്രചോദനമായ ലെവലിൽ ടീച്ചേഴ്സ് കൊടുക്കുന്നത്. മുൻകാല പഠനത്തിൻ്റെ തിരിച്ചു വിളിക്കൽ എന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ്, മുൻകാല പഠനത്തിൻ്റെ തിരിച്ചു വിളിക്കൽ മുൻകാല പഠനത്തിൻ്റെ എന്ന് വെച്ചാൽ പ്രീ റിക്വസ്റ്റുകളെ തിരിച്ചു വിളിക്കണം എന്ന് വെച്ചാൽ നമുക്കുള്ള അറിവിനെ പ്രീ റിക്വസ്റ്റുകളെ പുതിയ പാഠകവുമായിട്ട് കൂട്ടിയോജിപ്പിക്കണം, അതായത് തിരിച്ചു വിളിക്കുക, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിലവിലുള്ള പ്രസക്തമായ അറിവുകളെ ആവശ്യപ്പെടുന്നു എന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവിനെ ആവശ്യപ്പെടുന്നു. തിരിച്ചു വിളിക്കൽ പഠിതാക്കളോട് ഉത്തേജനം അവതരിപ്പിക്കുന്നു. ഈ തിരിച്ചു വിളിക്കുന്ന വെച്ചാൽ പ്രീ റിക്വസ്റ്റുകളെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുകയും, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പ്രീ റിക്വസ്റ്റുകളെ നിലവിലുള്ള പ്രസക്തമായ അറിവുകൾ ആവശ്യപ്പെടുന്നു. തിരിച്ചു വിളിക്കൽ പഠിതാക്കളോട് ഉത്തേജകം അവതരിപ്പിക്കും. ഉത്തേജകം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസുകൾ അല്ലെ ആവശ്യപ്പെടുന്നു, വിഷയത്തിന് പ്രസക്തമായ ഉത്തേജകം. അപ്പം നമുക്കൊരു വിഷയം പഠിപ്പിക്കാൻ അതിന് ടീച്ചർ പരമാവധി സ്റ്റിമുലസുകൾ കൊടുക്കണം. സ്റ്റിമുലസുകൾ കൊടുത്താൽ അവൻ മോട്ടിവേഷൻ കൊടുക്കണം. മോട്ടിവേഷനിലൂടെ അവൻ എന്ത് ചെയ്യും, അവൻ പ്രതികരിക്കാൻ അവിടെ നമ്മൾ അറ്റൻഷന് പ്രാധാന്യം കൊടുക്കണം, ശ്രദ്ധയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, മോട്ടിവേഷന് പ്രാധാന്യം കൊടുക്കണം, പ്രീ റിക്വസ്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ഇവയെ തമ്മിൽ ശൃംഖലനത്തിന് പ്രാധാന്യം. പഠന മാർഗനിർദ്ദേശം നൽകുന്നു, പഠന മാർഗനിർദ്ദേശം കൊടുക്കുന്നു. പഠനം എന്ന് പറയുന്നൊരു പഠനത്തിലൂടെ മാർഗനിർദ്ദേശം കുട്ടികൾക്ക് കൊടുക്കുന്നു, അഥവാ ഉത്തേജകം കഴിയുന്നത്ര അർത്ഥവത്താകണം. ഉത്തേജനം എന്ന് പറയുന്നത് സ്റ്റിമുലസ് കഴിയുന്നത്ര അർത്ഥവത്തായി മാത്രമേ നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കാവൂ. അർത്ഥവത്താകാൻ ഇൻസ്ട്രക്ടറോട് അഭ്യർത്ഥിക്കാം. ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ നിർദ്ദേശങ്ങൾ നൽകുന്ന ആൾ, ടീച്ചറിനോട് നമുക്ക് അഭ്യർത്ഥിക്കുന്നു. ഇത് പ്രകടനം പുറത്തെടുക്കും. പ്രകടനം എന്ന് വെച്ചാൽ കുട്ടികളുടെ റെസ്പോൺസ് അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവിക സാഹചര്യത്തിൽ പുറത്തേക്ക് വരുന്നു. പുതുതായി പഠിച്ച പെരുമാറ്റം പഠിതാക്കളോട് പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെടും. നിങ്ങൾ എന്താണോ പ്രീ റിക്വസ്റ്റുകളുടെയും ശൃംഖലനത്തിൻ്റെയും തത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന എന്താണോ അതിനെ പ്രകടിപ്പിക്കുവാൻ നമ്മൾ കുട്ടികളോട് ആവശ്യപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ ഉത്തേജകം മീൻസ് സ്റ്റിമുലസുകൾ പരമാവധി കൊടുക്കാൻ ഇൻസ്ട്രക്ടേഴ്സോട് നമ്മൾ അഭ്യർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഇവിടെ ഗാഗ്നയുടെ ഹെറാർക്കി ഓഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ 8 ശ്രേണികളായിട്ട് തരംതിരിച്ചിരിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ആ 8 ശ്രേണിയെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പഠിച്ച് തന്നെ പോകുക. പിന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി.
പക്ഷെ നമ്മൾ ഈ 8 ശ്രേണിയെ മറക്കാൻ പാടുള്ളതല്ല. അപ്പോൾ 8 ശ്രേണികൾ എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഒന്നും കൂടെ നോക്കുവാണ് ഞാൻ. സിഗ്നൽ ലേണിംഗ്, സംജ്ഞാപഠനം, ചോദക പ്രതികരണ പഠനം, ശൃംഖല പഠനം, ഭാഷാപര സംയോജനം, ബഹുമുഖ വിവേചനം, ആശയപഠനം, തത്വപഠനം, പ്രശ്ന നിർദ്ധാരണം. ഒന്നുകൂടി: സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിൻ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ അഥവാ ഭാഷാപര സംയോജനം, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ബഹുമുഖ വിവേചനം, കോൺസെപ്റ്റ് ലേണിംഗ്, ആശയ സമ്പാദനം, പ്രിൻസിപ്പൽ ലേണിംഗ്, തത്വപഠനം. തത്വം എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾ? നമ്മളൊരു ആശയത്തെ പൊതുധാരണയിൽ എത്തിച്ചേരും. എന്ന് വെച്ചാൽ വായു നിറച്ച പന്ത് ഉയർന്നു പൊങ്ങും. അങ്ങനെ ഒരു പൊതുധാരണയിൽ എത്തിച്ചേർന്നെങ്കിൽ ഈ തത്വത്തിനോട് അടുപ്പമുള്ള കുട്ടി മാത്രമേ, തത്വം മനസ്സിലാക്കിയ കുട്ടി മാത്രമേ പ്രശ്നത്തെ നിർദ്ധാരണം ചെയ്യാനും കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഹെറാർക്കി ഓഫ് ലേണിംഗ് എന്ന് വെച്ചാൽ കുട്ടികളുടെ ആവശ്യം, ദ നീഡ്സ് ഓഫ് ദി സ്റ്റുഡൻസ് ആണ്. ഇത് നമുക്ക് വ്യക്തമാകണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പ്രീ റിക്വസ്റ്റുകൾക്ക് ഹെറാർക്കി ഓഫ് ലേണിങ്ങിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്, മോട്ടിവേഷൻസിന് പ്രാധാന്യമുണ്ട്, ശ്രദ്ധയ്ക്ക് പ്രാധാന്യമുണ്ട്, ടീച്ചേഴ്സ് കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസുകൾ, ഉത്തേജകങ്ങൾ പരമാവധി കൊടുത്ത് അവരിൽ നിന്നും പ്രതികരണം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അഭികാമ്യമായിട്ടുള്ള ഘടകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ അപ്പോൾ ഇത്രയുമാണ് ഗാഗ്നറുടെ ഹെറാർക്കി ഓഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടത്. സംജ്ഞാപഠനം മനസ്സിലായല്ലോ, ചോദക പ്രതികരണം, ശൃംഖലനം, ഭാഷാപര സംയോജനം, ബഹുമുഖ വിവേചനം, ആശയപഠനം, അടുത്ത നെക്സ്റ്റ് തത്വപഠനം, അടുത്ത ലാസ്റ്റ് പ്രശ്ന നിർദ്ധാരണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടി ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്ത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ. സോ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഗാഗ്നയുടെ ഹെറാർക്കി ഓഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് അടുത്ത ഒരു തിയറിയുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.